വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 17. പൂരിപ്പിക്കുക. ഉണ്ടാകാതിരിക്കുക അസാധ്യം. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ആരോടാണ് ഈശോ ഇപ്രകാരം പറയുന്നത്? ശിഷ്യരോട്. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആർക്കു ദുരിതം എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. ആരുമൂലം ഉണ്ടാകുന്നുവോ അവന്. കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത് എന്തിനേക്കാൾ നല്ലത് എന്നാണ് ഈശോ പറയുന്നത്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത്. തെറ്റു ചെയ്ത നിന്റെ സഹോദരൻ പശ്ചാത്തപിച്ചാൽ അവനോട് എന്തു ചെയ്യണം എന്നാണ് ഈശോ പറയുന്നത്? ക്ഷമിക്കണം. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ എന്തു ചെയ്യണം എന്നാണ് യേശു പറയുന്നത്? അവനെ ശാസിക്കുക. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ശിഷ്യന്മാരെ ഉപദേശിച്ച കാര്യം എന്ത്? നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് എന്തു പറയുകയും ചെയ്താലാണ് അവനോട് ക്ഷമിക്കണമെന്ന് യേശു പറയുന്നത്. ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? അപ്പസ്തോലന്മാർ. വിശ്വാസമുണ്ടെങ്കിൽ ഏത് വൃക്ഷത്തോടാണ് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും എന്ന് യേശു പറയുന്നത് സിക്കമിൻ വൃക്ഷത്തോട്. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറയുന്നത്? കടുകുമണിയോളം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ആര് ആരോട് പറഞ്ഞു? കർത്താവ് അപ്പസ്തോലന്മാരോട്. ഒരു ഭൃത്യൻ ഉഴുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്ത് പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. ഒരു ഭൃത്യൻ ഉഴുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ ചെയ്യേണ്ടതായ ആദ്യ ജോലി എന്ത്? യജമാനന് ഭക്ഷണം തയ്യാറാക്കുക. ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്ന് യേശു ചോദിക്കുന്നത് ഏത് കാര്യത്തിലാണ്? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട്. പൂരിപ്പിക്കുക. നിങ്ങളും ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് എന്ന് പറയുവിൻ. കൽപ്പിക്കപ്പെട്ടവയെല്ലാം കടമ നിർവഹിച്ചതേയുള്ളൂ. യജമാനന്റെ ദാസരെ പോലെ ക്രിസ്തുശിഷ്യർ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്ത് മറുപടി നൽകണമെന്നാണ് യേശു അരുളി ചെയ്തത്? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. യേശു എവിടേക്ക് പോകുമ്പോഴാണ് 10 കുഷ്ഠരോഗികൾ അവിടുത്തെ കണ്ടുമുട്ടിയത്? ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോയപ്പോൾ പ്രവർത്തിച്ച അത്ഭുതമെന്ത്? 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായ്ക്കും ഗലീലിയയ്ക്കും മധ്യേ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ഏതു തരത്തിലുള്ള രോഗികളുടെ സംഘമാണ് അവൻ്റെ അടുക്കൽ വന്നത്? അവർ എത്ര പേർ? കുഷ്ഠരോഗികൾ 10 പേർ. സമരിയായ്ക്കും ഗലീലിയയ്ക്കും മധ്യയുള്ള ഗ്രാമത്തിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയ 10 കുഷ്ഠരോഗികൾ അവിടുത്തോട് അപേക്ഷിച്ചത് എന്ത്? കർത്താവേ, ഗുരോ, ഞങ്ങളിൽ കനിയണമേ. 10 കുഷ്ഠരോഗികളോട് പോയി തങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് യേശു നിർദ്ദേശിച്ചത്? പുരോഹിതന്മാർക്ക്. യേശു സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികൾ എവിടേക്ക് പോകും വഴിയാണ് സുഖം പ്രാപിച്ചത്? പുരോഹിതന്മാരുടെ അടുക്കലേക്ക്. പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോകും വഴി സുഖം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ യേശുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണ്? ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. സൗഖ്യമാക്കപ്പെട്ട 10 കുഷ്ഠരോഗികളിൽ തിരിച്ചു വന്ന ഒരുവൻ എങ്ങനെയാണ് യേശുവിന് നന്ദി പറഞ്ഞത്? യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച്. സൗഖ്യമാക്കപ്പെട്ട 10 കുഷ്ഠരോഗികളിൽ നന്ദി പറയാനായി യേശുവിൻ്റെ അടുക്കൽ തിരിച്ചു വന്നവൻ ഏത് ദേശക്കാരനായിരുന്നു? സമരിയാക്കാരൻ. 10 പേരിലെ സുഖപ്പെട്ടത് ബാക്കി 9 പേർ എവിടെ? ഇവിടെ പരാമർശ വിധേയമാക്കപ്പെടുന്ന അത്ഭുതമേത്? ആര് ആരോട് പറഞ്ഞു? 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയത് യേശു കുഷ്ഠസുഖമാക്കപ്പെട്ട സമരിയാക്കാരനോട്. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ?
വിജാതിയൻ ഏതു ദേശക്കാരൻ, സന്ദർഭമേത്? സമറിയാക്കാരൻ. സൗഖ്യമാക്കപ്പെട്ട 10 കുഷ്ഠരോഗികളിൽ ഈ വിജാതിയൻ ഒരുവൻ മാത്രം യേശുവിന് നന്ദി പറഞ്ഞപ്പോൾ. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ഇപ്രകാരം പറയുന്നത് ആരോട്? സൗഖ്യമാക്കപ്പെട്ട സമറിയാക്കാരനോട്. പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല അത് വരുന്നത് എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ച്? ദൈവരാജ്യത്തെക്കുറിച്ച്. പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല ദൈവരാജ്യം വരുന്നത് എന്ന് യേശു പറഞ്ഞത് എപ്പോൾ? ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ചോദിച്ചപ്പോൾ. എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്ന് യേശു പറയുന്നത്? എന്തെന്നാൽ ദൈവരാജ്യം അവരുടെ ഇടയിൽ തന്നെയുണ്ട്. കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ച്? മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന്. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോട്? ശിഷ്യരോട്. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ അവരെ അനുഗമിക്കരുത് എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ചാണ്? അതാ അവിടെ ഇതാ ഇവിടെ എന്ന് നിങ്ങളോട് പറയുന്നവരെ. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ച്? തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനെയും. ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ച്? മനുഷ്യപുത്രനെക്കുറിച്ച്. ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും സംഭവിക്കുക എന്നാണ് യേശു പറയുന്നത്. നോഹയുടെ ദിവസങ്ങളിൽ. ആരുടെയൊക്കെ നാളുകളിലാണ് മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് യേശു അരുളി ചെയ്യുന്നത്? നോഹയുടെയും ലോത്തിൻ്റെയും നാളുകളിൽ. നോഹയുടെ കാലത്ത് ഇന്നുവരെയാണ് മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നത്. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ. മനുഷ്യർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് യേശു സൂചിപ്പിക്കുന്നത് ആരുടെ നാളുകളെ ഉദ്ദേശിച്ചാണ്? ലോത്തിൻ്റെ. സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് നശിപ്പിക്കപ്പെട്ടതായി ലൂക്കാസ് സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന പട്ടണമേത്? സോതോം. ആര് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത്? ലോത്ത്. ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ആര് വെളിപ്പെടുത്തുന്ന ദിവസത്തിലാണ് ഇപ്രകാരം തന്നെ ഇനിയും സംഭവിക്കുന്നത്? മനുഷ്യപുത്രൻ. ആ ദിവസം ആര് വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്നാണ് യേശു പറയുന്നത്? പുരമുകളിൽ ആയിരിക്കുന്നവൻ. ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. ഏത് ദിവസം? മനുഷ്യപുത്രൻ വെളിപ്പെടുത്തുന്ന ദിവസം. മനുഷ്യപുത്രൻ വെളിപ്പെടുത്തുന്ന ദിവസം വയലിലായിരിക്കുന്നവൻ എന്തു ചെയ്യരുത് എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്? പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം മനുഷ്യർ പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന യേശു ആരുടെ സംഭവമാണ് മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നത്? ലോത്തിൻ്റെ ഭാര്യയുടെ. എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നിലനിർത്തുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ. എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം 2 പേർ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. അവർ ആര്? 2 സ്ത്രീകൾ. മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളിൽ ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ കർത്താവെ എവിടേക്ക് എന്ന് ശിഷ്യർ ചോദിച്ചു. അതിന് യേശു നൽകിയ മറുപടി എന്തായിരുന്നു? ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ലൂക്കാ 17:1-2 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? മത്തായി 18:6-7, മർക്കോസ് 9:42, 1 കോരിന്തോസ് 8:12. ലൂക്കാ 17:3-4 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? മത്തായി 18:15, മത്തായി 18:21-22. ലൂക്കാ 17:5-6 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? മത്തായി 17:20, മത്തായി 21:21, മർക്കോസ് 11:22-23. ലൂക്കാ 17:14 സമാനമായ വചനഭാഗം ഏത്?
ലേവ്യർ 14:2-32, ലൂക്ക 5:14. ലൂക്ക 17:21 ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്നതിനെ എങ്ങനെ വിവർത്തനം ചെയ്യാം? ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട്. ലൂക്ക 17:26-27 സമാനമായ വചനഭാഗങ്ങൾ ഏവ? ഉൽപ്പത്തി 6:5-8, ഉൽപ്പത്തി 7:6-14. ലൂക്ക 17:28-30 സമാനമായ വചനഭാഗങ്ങൾ ഏവ? ഉൽപ്പത്തി 18:20-23, ഉൽപ്പത്തി 19:24-25. ലൂക്ക 17:31 സമാനമായ പുതിയ നിയമഭാഗങ്ങൾ ഏവ? മത്തായി 24:17-18, മർക്കോസ് 13:15-16. ലൂക്ക 17:32 സമാനമായ വിശുദ്ധഗ്രന്ഥ ഭാഗം ഏത്? ഉൽപ്പത്തി 19:26. ലൂക്ക 17-ാം അധ്യായത്തിൽ 36-ാം വാക്യമായി ചില കയ്യെഴുത്തു പ്രതികളിൽ കാണുന്നതെന്ത്? 2 പുരുഷന്മാർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 18. ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ യേശു പറഞ്ഞത് എന്ത് പഠിപ്പിക്കാനാണ്? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ. യേശു അരുളി ചെയ്ത ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയിൽ ന്യായാധിപനെ എങ്ങനെയുള്ളവനായാണ് വിവരിക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവൻ നീതിരഹിതൻ. ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയിൽ വിധവയുടെ അപേക്ഷ എന്തായിരുന്നു? എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ. താൻ നീതി നടത്തിക്കൊടുത്തില്ലെങ്കിൽ വിധവ എന്തു ചെയ്യുമെന്നാണ് ന്യായാധിപൻ പറഞ്ഞത്? കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. നീതിരഹിതനായ ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തിക്കൊടുക്കുന്നത് എന്തുകൊണ്ട്? വിധവ നിരന്തരമായി ശല്യപ്പെടുത്തുന്നതുകൊണ്ട്. നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. ആരാണിത് പറഞ്ഞത്? കർത്താവ്. എങ്ങനെയുള്ള തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ദൈവം കാലവിളംബം വരുത്താതെ നീതി നടത്തിക്കൊടുക്കും എന്ന് യേശു അരുളി ചെയ്യുന്നത്? രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. വിശ്വാസം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ ഏത്? ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു? ദേവാലയത്തിലേക്ക്. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ? അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമാണ്. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ഫരിസേയൻ. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതമെന്ത്? 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന 2 സുകൃതങ്ങളെന്ത്? ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലതിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചു എന്നാണ് യേശു അരുളി ചെയ്തത്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര്? ചുങ്കക്കാരൻ. ഫരിസേയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത്? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു? ശിശുക്കളെ. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത്? ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. തൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ശിശുക്കളെക്കുറിച്ച്. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ശിഷ്യന്മാരോട്. ദൈവരാജ്യം ആരെ പോലെയുള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? ധനികനായ ഒരു അധികാരി. നല്ലവൻ എന്ന് വിളിക്കപ്പെടുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ,
അവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. അവനാര്? ദൈവം. ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ആര് ആരോട് പറഞ്ഞു? ഏവയെല്ലാം. ധനികനായ അധികാരി യേശുവിനോട് പ്രമാണങ്ങൾ. ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ഈ വാക്യം അരുളി ചെയ്തത് ആരോട്? ധനികനായ അധികാരിയോട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് എവിടെ നിക്ഷേപമുണ്ടാകും എന്നാണ് യേശു പറയുന്നത്? സ്വർഗത്തിൽ. നിത്യജീവൻ അവകാശമാക്കുവാൻ നിനക്കുള്ളവയെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അതിനുശേഷം എന്തു ചെയ്യാനാണ് യേശു ആവശ്യപ്പെടുന്നത്? അനന്തരം യേശുവിനെ അനുഗമിക്കുക. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം എന്നെ അനുഗമിക്കുക. ഇത് കേട്ട അധികാരി വളരെ വ്യസനിച്ചു. കാരണമെന്ത്? കാരണം അവൻ വലിയ ധനികനായിരുന്നു. ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് ദുഷ്കരമെന്ന് യേശു വിശേഷിപ്പിക്കുന്നത്? സമ്പത്തുള്ളവൻ. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ത് എന്നാണ് യേശു പ്രഖ്യാപിച്ചത്? ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! യേശു ആരെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അധികാരിയെ. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അത് കേട്ടവർ യേശുവിനോട് എന്താണ് ചോദിച്ചത്? അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന ജനത്തിൻ്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത്? രക്ഷ. ഇതാ, ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? പത്രോസ് യേശുവിനോട്. എന്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്കാണ് ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങ് ലഭിക്കുക? ദൈവരാജ്യത്തിനു വേണ്ടി. ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്ക് വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുന്നതെന്ത്? നിത്യജീവൻ. പീഡാനുഭവത്തെപ്പറ്റിയും ഉത്ഥാനത്തെപ്പറ്റിയുമുള്ള യേശുവിൻ്റെ മൂന്നാം പ്രവചനം ആരെയാണ് അറിയിച്ചത്? 12 പേരോട്. മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനത്തിൽ ആരെപ്പറ്റി പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടതെല്ലാം പൂർത്തിയാക്കും എന്നാണ് യേശു അരുളി ചെയ്തത്? മനുഷ്യപുത്രനെപ്പറ്റി. മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനത്തിൽ മനുഷ്യപുത്രൻ ആർക്ക് ഏൽപ്പിക്കപ്പെടുമെന്നാണ് യേശു പ്രവചിച്ചത്? വിജാതീയർക്ക്. മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനത്തിൽ യേശു എത്രാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നാണ് യേശു പ്രവചിച്ചത്? 3-ാം ദിവസം. തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 3-ാം പ്രവചനത്തിൽ വിജാതീയർ യേശുവിനെ എന്തൊക്കെ ചെയ്യും എന്നാണ് യേശു പറഞ്ഞത്? പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഇത് പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. ഏത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്? അവർ ആര്? പീഡാനുഭവത്തെപ്പറ്റിയും ഉത്ഥാനത്തെപ്പറ്റിയുമുള്ള യേശുവിൻ്റെ 3-ാം പ്രവചനം. അവർ 12 ശിഷ്യന്മാർ. അവൻ സംസാരിച്ചവ അവർക്ക് മനസ്സിലായതുമില്ല. എന്തിനെക്കുറിച്ചാണ് ശിഷ്യന്മാർ മനസ്സിലാക്കാതിരുന്നത്? യേശുവിൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള 3-ാം പ്രവചനം. വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന കുരുടനെ യേശു കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ജെറീക്കോയിൽ വെച്ച്. വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചിരുന്ന ജെറീക്കോയിലെ കുരുടൻ എന്തു കേട്ടാണ് സംഭവിക്കുന്നതെന്തെന്ന് അന്വേഷിച്ചത്? ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട്. ജെറീക്കോയിലെ കുരുടൻ ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരമെന്ത്? നസ്രായനായ യേശു കടന്നു പോകുന്നു. ജെറീക്കോയിലെ കുരുടൻ വഴിയെ കടന്നു വന്ന യേശുവിനെ വിളിച്ചപേക്ഷിച്ചതെന്ത്? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എന്തറിഞ്ഞപ്പോഴാണ് വഴിയരികിലിരുന്ന കുരുടൻ ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചത്? നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ. വഴിയരികിലിരുന്ന് ജെറീക്കോയിലെ കുരുടൻ യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ജനക്കൂട്ടം അവനെ ശകാരിച്ചത് എന്ത് പറഞ്ഞായിരുന്നു? നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് ശകാരിച്ചപ്പോൾ കുരുടൻ എന്താണ് ചെയ്തത്? കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. വഴിയരികിലിരുന്ന കുരുടനെ കണ്ട യേശു ആദ്യം എന്താണ് ചെയ്തത്? യേശു അവിടെ നിന്ന് അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ജെറീക്കോയിലെ കുരുടൻ അടുത്തു വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചതെന്ത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന്
കുരുടൻ നൽകിയ മറുപടി എന്ത്? കർത്താവെ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇപ്രകാരം യേശു പറഞ്ഞത് ആരോട്? ജെറീക്കോയിലെ കുരുടനോട്. യേശുവിൽ നിന്ന് കാഴ്ച ലഭിച്ചതിനെ തുടർന്ന് ജെറീക്കോയിലെ കുരുടൻ എന്തു ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. കാഴ്ച ലഭിച്ച ജെറീക്കോയിലെ കുരുടൻ യേശുവിൻ്റെ പിന്നാലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോകുന്നത് കണ്ട എല്ലാവരും എന്തു ചെയ്തു? ദൈവത്തെ സ്തുതിച്ചു. ജെറീക്കോയിലെ കുരുടൻ യേശുവിനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച പേരുകൾ എന്തെല്ലാം? ദാവീദിന്റെ പുത്രനായ യേശുവേ, ദാവീദിന്റെ പുത്ര, കർത്താവേ. ലൂക്ക 18:1 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ലൂക്ക 11:5-8. ലൂക്ക 18:20 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? പുറപ്പാട് 20:12-16, നിയമാവർത്തനം 5:16-20, റോമ 13:19. ലൂക്ക 18:31 സമാനമായ വചനഭാഗങ്ങൾ ഏവ? ലൂക്ക 9:21-27, ലൂക്ക 9:43-45, ലൂക്ക 17:25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 19. ജെറീക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാര്? സക്കേവൂസ്. സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു? ജെറീക്കോ. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അവൻ ആര്? സക്കേവൂസ്. സക്കേവൂസ് എന്ന പേരിനർത്ഥമെന്ത്? നീതിമാൻ, ശുദ്ധൻ. യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിന്റെ ജോലി എന്തായിരുന്നു? ചുങ്കം പിരിക്കൽ. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിനത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? പൊക്കം കുറവായതിനാൽ. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേര് സിക്കമൂർ. മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യനാര്? മരമേത്? സക്കേവൂസ്, സിക്കമൂർ. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? സക്കേവൂസിനോട്. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു? അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാം പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആ പാപി ആര്? സക്കേവൂസ്. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആര് ആരെപ്പറ്റി പറഞ്ഞു? യഹൂദർ യേശുവിനെപ്പറ്റി. യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു? ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. തന്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? സ്വത്തിൽ പകുതി. വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത്? 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര്? സക്കേവൂസ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? സക്കേവൂസിന്റെ. സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? അബ്രാഹത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യന്റെ പേര് സക്കേവൂസ്. യേശുവിന്റെ ജനനവാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരസ്യജീവിത കാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തിയാര്? സക്കേവൂസ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? യേശു സക്കേവൂസിനോട്. ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയേത്? 10 നാണയത്തിന്റെ ഉപമ. 10 നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ജെറുസലേമിന് സമീപത്ത്. 10 നാണയത്തിന്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. 10 നാണയത്തിന്റെ ഉപമയിൽ പ്രഭു ദൂരദേശത്തേക്ക് പോയതെന്തിന്? രാജ്യപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി. രാജ്യപദവി സ്വീകരിക്കാൻ ദൂരദേശത്തേക്ക് പോകുന്ന പ്രഭു എത്ര ഭൃത്യന്മാരെയാണ് വിളിച്ചത്? അവർക്ക് എത്ര നാണയങ്ങളാണ് കൊടുത്തത്? 10 ഭൃത്യന്മാരെ, 10 നാണയം. ദൂരദേശത്തേക്ക് പോകുന്ന പ്രഭു ഭൃത്യന്മാർക്ക് നാണയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം
അദ്ദേഹം തിരിച്ചു വരുന്നതുവരെ അതുകൊണ്ട് എന്തു ചെയ്യുവാനാണ് നിർദ്ദേശിച്ചത്? വ്യാപാരം ചെയ്യാൻ. 10 നാണയത്തിൻ്റെ ഉപമയിലെ പ്രഭുവിനെ വെറുത്തിരുന്നത് ആര്? അവൻ്റെ പൗരന്മാർ. 10 നാണയത്തിൻ്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പുറപ്പെട്ട പ്രഭുവിൻ്റെ പിന്നാലെ ആ ദേശത്തെ പൗരന്മാർ അയച്ചത് ആരെയാണ്? ഒരു പ്രതിനിധി സംഘത്തെ. ദൂരദേശത്തേക്ക് പുറപ്പെട്ട പ്രഭുവിൻ്റെ പിന്നാലെ ആ നാട്ടിലെ പൗരന്മാർ എന്തു നിവേദനവുമായാണ് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത്? ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. 10 നാണയത്തിൻ്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പുറപ്പെട്ട പ്രഭു എന്തു സ്വീകരിച്ചാണ് തിരിച്ചു വന്നത്? രാജപദവി. രാജപദവി സ്വീകരിച്ചു തിരിച്ചു വന്ന പ്രഭു താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വിളിപ്പിച്ചത് എന്തിനായിരുന്നു? അവർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന്. 10 നാണയത്തിൻ്റെ ഉപമയിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന നാണയം കൊണ്ട് ഒന്നാമൻ എന്തു നേടി? 10 നാണയം കൂടി. വ്യാപാരം ചെയ്ത് 10 നാണയം കൂടി നേടിയ ഭൃത്യൻ്റെ വിശ്വസ്തതയ്ക്ക് പ്രഭു എന്ത് പ്രതിഫലമാണ് നൽകിയത്? 10 നഗരങ്ങളുടെ മേൽ അധികാരി എന്ന സ്ഥാനം. 10 നാണയത്തിൻ്റെ ഉപമയിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന പണം കൊണ്ട് രണ്ടാമത്തെ ഭൃത്യൻ എന്തു നേടി? 5 നാണയം കൂടി. വ്യാപാരം ചെയ്ത് 5 നാണയം കൂടി നേടിയ രണ്ടാമത്തെ ഭൃത്യനെ ഏത് ജോലിയാണ് പ്രഭു ഏൽപ്പിച്ചത്? 5 നഗരങ്ങളുടെ മേൽ അധികാരം. 10 നാണയത്തിൻ്റെ ഉപമയിൽ മൂന്നാമത്തെ ഭൃത്യൻ തനിക്ക് കിട്ടിയ നാണയം എന്തു ചെയ്തു? തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു. നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. ആര് ആരോട് പറഞ്ഞു? 10 നാണയത്തിൻ്റെ ഉപമയിൽ മൂന്നാമത്തെ ഭൃത്യൻ പ്രഭുവിനോട്. ദുഷ്ടഭൃത്യനെ യജമാനൻ എങ്ങനെ വിധിക്കുമെന്നാണ് പറഞ്ഞത്? അവൻ്റെ വാക്കുകൊണ്ട് തന്നെ. 10 നാണയത്തിൻ്റെ ഉപമയിൽ മൂന്നാമത്തെ ഭൃത്യനോട് താൻ നൽകിയ പണം ആരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് പ്രഭു ചോദിച്ചത്? പണമിടപാടുകാരെ. 10 നാണയത്തിൻ്റെ ഉപമയിൽ മൂന്നാം ഭൃത്യൻ്റെ നാണയമെടുത്ത് എന്തു ചെയ്യാനാണ് യജമാനൻ കൽപ്പിച്ചത്? അത് അവനിൽ നിന്നെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുവാൻ. അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ചുറ്റും നിന്നിരുന്നവരോട്. ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഇല്ലാത്തവനിൽ നിന്ന്. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ്? 10 നാണയത്തിൻ്റെ. 10 നാണയത്തിൻ്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയണമെന്ന്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തനനിരതമാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത്? 10 നാണയത്തിൻ്റെ ഉപമ. 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിനു ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ജെറുസലേമിലേക്കുള്ള യാത്ര. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവുമരയ്ക്കരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? ബെത്ഫഗ, ബെഥാനിയ. ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത്? 2 ശിഷ്യന്മാരെ. ജെറുസലേം പ്രവേശനം നടത്തുന്നതിന് കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു? ബെത്ഫഗ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ. ജെറുസലേം പ്രവേശനത്തിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് എങ്ങോട്ടു പോകാനാണ് യേശു ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചത്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക്. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് യേശു തെരഞ്ഞെടുത്ത കഴുതക്കുട്ടിയുടെ പ്രത്യേകതയുണ്ട്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തത്. കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ നിങ്ങൾ അതിനെ അഴിക്കുന്നതെന്തിന് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു മറുപടി നൽകണമെന്നാണ് യേശു കൽപ്പിക്കുന്നത്? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? ആര് ആരോട് ചോദിച്ചു? കഴുതക്കുട്ടിയുടെ ഉടമസ്ഥൻ ശിഷ്യന്മാരോട്. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഏതിനെക്കൊണ്ട്? ആര് ആരോട് പറഞ്ഞു? കഴുതക്കുട്ടിയെക്കൊണ്ട്. ശിഷ്യന്മാർ കഴുതക്കുട്ടിയുടെ ഉടമസ്ഥരോട്. രാജകീയ ജെറുസലേം പ്രവേശനം നടത്തുന്നതിനായി കൊണ്ടുവന്ന കഴുതക്കുട്ടിയുടെ പുറത്ത് യേശുവിനെ ഇരുത്തുന്നതിന് മുൻപായി ശിഷ്യന്മാർ വിരിച്ചതെന്ത്? തങ്ങളുടെ വസ്ത്രങ്ങൾ. യേശു ജെറുസലേം പ്രവേശനം നടത്തിയപ്പോൾ ജനങ്ങൾ വഴിയിൽ എന്തു വിരിച്ചു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? തങ്ങളുടെ വസ്ത്രങ്ങൾ. രാജകീയ ജെറുസലേം പ്രവേശന അവസരത്തിൽ യേശു എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചത്? ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ.
യേശുവിൻ്റെ രാജകീയ ജെറുസലേം പ്രവേശന അവസരത്തിൽ ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ എന്തിനെപ്പറ്റിയാണ് ദൈവത്തെ സ്തുതിച്ചത്? തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി. യേശുവിൻ്റെ ജനനാവസരത്തിൽ സ്വർഗീയ സൈന്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പാടി. പിന്നീടൊരവസരത്തിൽ അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പാടിയവർ ആര്? ശിഷ്യഗണം. യേശു കഴുതക്കുറ്റിയുടെ പുറത്തിരുന്ന് ജെറുസലേം പ്രവേശനം നടത്തുന്ന അവസരത്തിൽ ശിഷ്യഗണം എന്തു പറഞ്ഞാണ് ആർത്ത് വിളിച്ചത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനാവസരത്തിൽ ചില ഫരിസയർ യേശുവിനോട് ആവശ്യപ്പെട്ട കാര്യം എന്ത്? ശിഷ്യന്മാരെ ശാസിക്കാൻ. ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. ആര് ആരോട് പറഞ്ഞു? ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസയർ യേശുവിനോട്. ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ഫരിസയർ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശിഷ്യഗണം മൗനം ഭജിച്ചാൽ ആര് ആർത്ത് വിളിക്കുമെന്നാണ് യേശു ഫരിസയരോട് പറഞ്ഞത്? കല്ലുകൾ. യേശു വിലപിച്ചത് ഏതു പട്ടണത്തെ കണ്ടപ്പോഴാണ്? ജെറുസലേം. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ആര് ആരെക്കുറിച്ച് പറഞ്ഞ വാചകമാണിത്? യേശു ജെറുസലേം പട്ടണത്തെക്കുറിച്ച്. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അവ എന്ത്? നീ ആര്? അവ സമാധാനത്തിനുള്ള മാർഗങ്ങൾ. നീ ജെറുസലേം പട്ടണം. ശത്രുക്കൾ ജെറുസലേം പട്ടണത്തെ എന്തു ചെയ്യുമെന്നാണ് യേശു മുൻകൂട്ടി പ്രവചിച്ചത്? ചുറ്റും പാളയമടച്ച് വളയുകയും എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കുകയും ചെയ്യും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. യേശു ഇപ്രകാരം പറഞ്ഞത് എന്തിനെക്കുറിച്ച്? എന്തുകൊണ്ട്? ജെറുസലേം പട്ടണത്തെക്കുറിച്ച്. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ജെറുസലേമിൽ എത്തിച്ചേർന്ന യേശു എവിടെയാണ് പ്രവേശിച്ചത്? ദേവാലയത്തിൽ. ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേർന്ന യേശു അവിടെ നിന്ന് ആരെയാണ് പുറത്താക്കിയത്? അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. പൂരിപ്പിക്കുക. നിന്റെ ആലയം ഡാഷ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ ഡാഷ് മാറ്റിയിരിക്കുന്നു. പ്രാർത്ഥനാലയം കവർച്ചക്കാരുടെ ഗുഹയായി. ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച യേശു അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് എന്താണ് പറഞ്ഞത്? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ വചനം ഏത് പഴയ നിയമ ഗ്രന്ഥത്തിലാണ് നാം വായിക്കുക? ഏശയ്യ 56:7. ജെറുസലേമിൽ എത്തിച്ചേർന്ന യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ദേവാലയത്തിൽ. അവർ യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ ആര്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്ന യഹൂദ നേതാക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണമെന്ത്? ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ലൂക്കാ 19:7 സമാനമായ വചനഭാഗങ്ങൾ ഏവ? ലൂക്കാ 5:29-30, ലൂക്കാ 15:1-2. ലൂക്കാ 19:38 സമാനമായ വചനഭാഗം ഏത്? സങ്കീർത്തനം 118:26. ലൂക്കാ 19:46 സമാനമായ വചനഭാഗം ഏത്? ഏശയ്യ 56:7. എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്നാവശ്യപ്പെട്ട് യേശുവിനെ സമീപിച്ചവർ ആരെല്ലാം? അപ്പോൾ യേശു എന്തു ചെയ്യുകയായിരുന്നു? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാര് എന്ന യഹൂദ നേതാക്കന്മാരുടെ ചോദ്യത്തിന് യേശുവിൻ്റെ മറുചോദ്യം എന്തായിരുന്നു? യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് സ്വർഗത്തിൽ നിന്ന് എന്ന് പറയാൻ യഹൂദർ ഭയന്നത് എന്തുകൊണ്ട്? പിന്നെ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും എന്ന് ചിന്തിച്ച്. യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് യഹൂദ നേതാക്കൾ ഭയപ്പെട്ടത്.
ജനങ്ങൾ കല്ലെറിയുമെന്ന്. യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം കല്ലെറിയുമെന്ന് യഹൂദർ ഭയപ്പെട്ടത് എന്തുകൊണ്ട്? യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ജനം വിശ്വസിച്ചിരുന്നു. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്ന് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് യഹൂദർ നൽകിയ മറുപടി എന്ത്? എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ആര് ആരുടെ അധികാരത്തെക്കുറിച്ച് ആരോട് എവിടെ വെച്ച് ഈ വചനം പറഞ്ഞു? യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും ജെറുസലേം ദേവാലയത്തിൽ വെച്ച്. നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന ചോദ്യവുമായി വന്നവരോട് യേശു ചോദിച്ച മറുചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശമെന്ത്? യേശുവിൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്ന്. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ യേശു പറഞ്ഞത് ആരോട്? ജനങ്ങളോട്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ തോട്ടം നട്ടുപിടിപ്പിച്ചത് ആര്? ഒരു മനുഷ്യൻ. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമയിൽ ഉടമസ്ഥൻ തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? കൃഷിക്കാരെ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ ഭൃത്യരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് എന്തിന്? മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഭൃത്യരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് എപ്പോഴാണ്? സമയമായപ്പോൾ. മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ഉടമസ്ഥൻ അയച്ച ആദ്യ ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിക്കുന്നതിന് ഉടമസ്ഥൻ അയച്ച രണ്ടാമത്തെ ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിക്കുന്നതിന് ഉടമസ്ഥൻ അയച്ച മൂന്നാമത്തെ ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. താൻ അയച്ച ഭൃത്യന്മാരെയെല്ലാം വെറും കൈയോടെ കൃഷിക്കാർ തിരിച്ചയച്ചുവെന്ന് മനസ്സിലാക്കിയ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവസാനമായി ആരെയാണ് അയച്ചത്? തൻ്റെ പ്രിയപുത്രനെ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവസാനമായി തൻ്റെ പ്രിയപുത്രനെ ഓഹരി ശേഖരിക്കാനായി അയച്ചത് എന്ത് ചിന്തിച്ചുകൊണ്ടാണ്? അവനെ അവർ മാനിച്ചേക്കും. ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. ഇവൻ ആര് പറഞ്ഞ വാചകമാണിത്? മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രൻ കൃഷിക്കാർ പറഞ്ഞ വാചകം. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ച പുത്രനെ കൃഷിക്കാർ എന്തു ചെയ്തു? മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അയച്ച പുത്രനെ കൃഷിക്കാർ കൊന്നുകളയാൻ കാരണമെന്ത്? അവകാശം സ്വന്തമാക്കാൻ. തൻ്റെ പുത്രനെ കൊന്നുവെന്ന് മനസ്സിലാക്കിയ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കൃഷിക്കാരെ എന്തു ചെയ്യും? ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? മൂലക്കല്ലായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ കല്ലിന്മേൽ നിബദിക്കുന്നവന് എന്ത് സംഭവിക്കും? അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാലും എന്ത് സംഭവിക്കും? കല്ലിന്മേൽ നിബദിച്ചാൽ തകരും, കല്ല് ആരുടെയെങ്കിലും മേൽ നിബദിച്ചാൽ ധൂളിയാകും. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? സങ്കീർത്തനങ്ങൾ. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഉപമയേത്? അവർ ആര്? മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത്? ജനങ്ങളെ. യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത്? ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞത് ആര്? നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ.
സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത്? സീസറിൻ്റേത്. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരമെന്ത്? സീസറിന് ഉള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. സീസറിന് നികുതി കൊടുക്കുന്നതിനെപ്പറ്റി ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തത് എന്ത്? മൗനം അവലംബിച്ചു. നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത്? ജനങ്ങളുടെ. പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? സദുക്കായർ. ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യമെന്ത്? സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര്? മോശ. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സദുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു? 7 സഹോദരന്മാരുടെ. വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളാണെന്നാണ് യേശു പറയുന്നത്? ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ എന്തു ചെയ്യുകയില്ല എന്നാണ് യേശു അരുളി ചെയ്തത്. വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നവർ പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ആരെന്നാണ് യേശു പറയുന്നത്? ദേവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചത് ആര്? മോശ. മോശ മുൾപ്പടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നതെന്ത്? മരിച്ചവർ ഉയർക്കുമെന്ന്. പൂരിപ്പിക്കുക. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ഡാഷ് ദൈവമാണ്, ജീവിക്കുന്നവരുടെ. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? നിയമജ്ഞരിൽ ചിലർ. ഏത് സംഭവത്തിന് ശേഷമാണ് യേശുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ നിയമജ്ഞർ മുതിരാതിരുന്നത്? പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിന് ശേഷം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഇപ്രകാരം എഴുതിയതാര്? ഏത് പുസ്തകത്തിൽ? ദാവീദ് സങ്കീർത്തനത്തിൽ. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന സങ്കീർത്തന ഭാഗം യേശു ഉദ്ധരിച്ചത് യഹൂദരോട് എന്ത് ചോദിക്കുന്നതിനായിരുന്നു? എങ്ങനെയാണ് ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാകുന്നത്? ദാവീദ് ക്രിസ്തുവിനെ എന്ത് വിളിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? കർത്താവ്. നിയമജ്ഞരുടെ കാപട്യത്തെപ്പറ്റി യേശു ശിഷ്യരോട് പറഞ്ഞത് ആര് കേൾക്കുകയാണ്? സകല മനുഷ്യരും കേൾക്കെ. പൂരിപ്പിക്കുക. അവർ നീണ്ട ഡാഷ് ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ ഡാഷ്, സിനഗോഗുകളിൽ ഡാഷ്, വിരുന്നുകളിൽ ഡാഷ് ലഭിക്കാനും ആഗ്രഹിക്കുന്നു. മേലങ്കികൾ, അഭിവാദനങ്ങളും പ്രമുഖ സ്ഥാനങ്ങളും അഗ്രസ്ഥാനങ്ങളും. നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കുകയും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രസ്ഥാനങ്ങളും ലഭിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെന്ന് യേശു വിമർശിക്കുന്നത് ആരെ? നിയമജ്ഞരെ. നിയമജ്ഞർ ആരുടെ ഭവനത്തിൽ വിഴുങ്ങുകയും ദീർഘമായി എന്തു ചെയ്യുന്നതിനായി നടിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു വിമർശിക്കുന്നത്? വിധവകളുടെ പ്രാർത്ഥിക്കുന്നതിനായി. അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുമെന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ച്? നിയമജ്ഞരെക്കുറിച്ച്. ലൂക്ക 20:9 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ഏശയ്യ 5:1-7. ലൂക്ക 20:17 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ? സങ്കീർത്തനങ്ങൾ 118, 22, 23. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:11. 1 പത്രോസ് 2:6-7. ലൂക്ക 20:18 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ഏശയ്യ 8:14-15. ലൂക്ക 20:25 സമാനമായ വചനഭാഗം ഏത്? റോമ 13:7. ലൂക്ക 20:28 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്?
നിയമാവർത്തനം 25:5. ലൂക്ക 20:37 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ: പുറപ്പാട് 3:6, പുറപ്പാട് 3:15, പുറപ്പാട് 3:16. ലൂക്ക 20:42-43 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏവ: സങ്കീർത്തനങ്ങൾ 110:1, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:34-35, 1 കൊറിന്തോസ് 15:25, ഹെബ്രായർ 1:13. ലൂക്ക 20:46 സമാനമായ വചനഭാഗം ഏത്? ലൂക്ക 11:43.